രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ വലിയ തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. വലിയ രീതിയിൽ ഇതിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. CPM സംസാരിക്കുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇവരെന്തുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഈ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന്റെ എതിരെ, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനെതിരെ ഇതുപോലെ ഒരു നായാട്ട് നടന്നിട്ട് സംഘപരിവാറുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം തന്നെ ഭാരതത്തിലെ മറ്റ് ഹൈന്ദവ സംഘടനകൾ മാത്രമാണ് ഈ ഹിന്ദു സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്, പ്രതിഷേധമെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടികളോ ആരും തന്നെ തെരുവിലിറങ്ങിയിട്ട് ഇതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. ഇതിൽ നിന്ന് ഭാരതത്തിലെ ഹൈന്ദവ സമൂഹം എന്താണ് തിരിച്ചറിയുന്നത്? ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ഭാരതത്തിലെ കോൺഗ്രസ്സുകാരുമാണ് ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചത് എന്നാണ് തിരിച്ചറിയേണ്ടത്. അതായത് ഷെയ്ഖ് ഹസീന 65% വോട്ടോടുകൂടിയാണ് അധികാരത്തിൽ വരുന്നത്. ജനാധിപത്യത്തിലെ മഹാഭൂരിപക്ഷം 65%. ആ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയിട്ട് മുഹമ്മദ് യൂനൂസ് എന്ന് പറയുന്ന ഒരാൾ ഇന്ന് അധികാരത്തിലിരിക്കുക. ഈ മുഹമ്മദ് യൂനൂസിന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നില്ല, ഒരു വോട്ടെടുപ്പും ഇല്ല. എത്ര ശതമാനം പേരുടെ പിന്തുണയുണ്ടെന്നുള്ളതും അറിയില്ല. പക്ഷെ 65% പേരുടെ പിന്തുണയുള്ള ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയിട്ട് മുഹമ്മദ് യൂനൂസ് അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആ മുഹമ്മദ് യൂനൂസിനെ പിന്തുണയ്ക്കുകയാണ് എന്ന് പറയുമ്പോൾ അവർ ജനാധിപത്യത്തിനെതിരെ നിൽക്കുകയാണ്. ജനാധിപത്യത്തെയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പിന്തുണയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഷെയ്ഖ് ഹസീനയാണ് പിന്തുണയ്ക്കേണ്ടത്. കാരണം ഷെയ്ഖ് ഹസീന 65% വോട്ടോടുകൂടി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വന്ന അധികാരത്തിലെത്തിയ ഒരു ഭരണാധികാരിയാണ്. അപ്പൊ അവരെ അട്ടിമറിക്കാൻ ആ രാജ്യത്തെ തീവ്രവാദ ശക്തികൾ, അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികളുടെ കയ്യിലെ ചട്ടുകങ്ങളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആ തീവ്രവാദ ശക്തികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഹിന്ദുവിനെതിരെ ഒന്നും മിണ്ടാത്തത്, ഹിന്ദുവിന്റെ ആക്രമണങ്ങൾക്കെതിരെ ഒന്നും മിണ്ടാത്തത്. അതുകൊണ്ടാണല്ലോ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒന്നും മിണ്ടാത്തത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ ഭരണം പിടിക്കുമ്പോൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. കാരണം അവരുടെ മാനസപുത്രനാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പുത്രനാണ്. ഭീകരവാദിയായ ആ പുത്രൻ ഒരു രാജ്യം വെട്ടിപ്പിടിച്ചു വരുമ്പോൾ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അവിടെ ആഹ്ലാദിക്കുകയും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം പ്രകടിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എത്ര ഹിന്ദുവിനെ കൊല്ലുന്നോ അത്രയും ഏറെ ഈ പറയുന്ന മുഹമ്മദ് യൂനൂസിനോടും അതുപോലെ തന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയോടും ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അങ്ങേയറ്റം സ്നേഹമായിരിക്കും, വാത്സല്യമായിരിക്കും. അതുകൊണ്ട് അവർ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യും. എന്നാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇറാഖിലെ പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. 9 വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാം. ഇറാഖിലെ പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ബില്ലാണ്. അപ്പോ അത്തരം കാര്യങ്ങളെക്കുറിച്ചും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പിന്തുണ കൊടുക്കുകയാണ്. 9ാമത്തെ വയസ്സിൽ പെൺകുട്ടികളെ വിവാഹം കഴിക്കാമെന്ന് ഇറാഖിലെ പാർലമെന്റിൽ നിയമം കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും കണ്ട ഭാവമില്ല, കേട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, അതേപോലെ തന്നെ ഹിന്ദുക്കൾ, അതായത് അനിസ്ലാമികമായിട്ടുള്ള എല്ലാവരും കൊല ചെയ്യപ്പെടുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അവിടെ നിശബ്ദത പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭീകരവാദികളുടെ ഇന്ത്യൻ പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാശ്മീരിൽ അല്ല, പശ്ചിമ ബംഗാളിൽ അല്ല, ബംഗ്ലാദേശിൽ കാണുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യൻ പതിപ്പാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന് പറയേണ്ടി വരും. ഇതിൽ ഈ ഒരു കലാപം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സമയം അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു പാർലമെന്റ് എല്ലാം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ ഒരു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ചില നേതാക്കന്മാർ നടത്തിയ പ്രസ്താവന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എതിരായിരുന്നു. നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP സർക്കാർ ഇത് വൈകാതെ തന്നെ ഇതുപോലെയൊരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ അവരെ എത്തിക്കും എന്നുള്ള രീതിയിൽ ചില നമ്മുടെ പാർലമെന്റ് ഇതുപോലെ ഒരു ആക്രമണത്തിലൂടെ, ഒരു ആഭ്യന്തര യുദ്ധത്തിലൂടെ പിടിച്ച് കെട്ടിയെടുക്കുമെന്നുള്ള തരത്തിലേക്കുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. അപ്പൊ നമ്മള്
ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ മനസ്സ് എത്രത്തോളം വികൃതമാണെന്നുള്ളത്. ഇവരാണോ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇവർക്ക് ജനാധിപത്യത്തോട് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ 65% വോട്ടോട് കൂടി അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീനയ്ക്കാണ് പിന്തുണ കൊടുക്കേണ്ടിയിരുന്നത്. 1% പോലും വോട്ടിന്റെ അധികാരമില്ലാത്ത, പിന്തുണയില്ലാത്ത മുഹമ്മദ് യൂനൂസിനെ ഇവർ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ ജനാധിപത്യത്തെ തള്ളിക്കളയുന്നു. ഏറ്റവും വലിയ തെളിവാണ് അത്. എന്നാൽ ഭാരതത്തില് ഇപ്പോൾ പലരും പറയുന്നത് പോലെ ഇത് ഭാരതത്തിൽ ആവർത്തിക്കും ഒന്നും ഇല്ല. ഭാരതത്തിൽ ആവർത്തിക്കില്ല. കാരണം എന്താണെന്ന് പറയാം. ഇത് ഇത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നടക്കാനുള്ള കാരണം അവിടെ ഹിന്ദു ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ മുസ്ലിം മാത്രം ആയതുകൊണ്ടാണ്. മുസ്ലിമായിട്ട് മാറിയ ഭാരതത്തിന്റെ ഭാഗം അഫ്ഗാനിസ്ഥാൻ, അവിടെ ജനാധിപത്യമില്ല, സംഘർഷമാണ്. പാകിസ്ഥാൻ ജനാധിപത്യമില്ല, സംഘർഷമാണ്. ബംഗ്ലാദേശ് ജനാധിപത്യമില്ല, സംഘർഷമാണ്. അതുകൊണ്ട് അവിടെ പട്ടാളം ഭരിക്കും, തീവ്രവാദികൾ ഭരിക്കും. എന്നാൽ നോക്കൂ, ഭാരതത്തില് ഇത്രയും കാലമായി 75 വർഷമായി. സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷത്തിനിടയിൽ എത്രയോ തവണ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പട്ടാള ഭരണം അട്ടിമറി നടത്തി അധികാരം പിടിച്ചു. എന്താ ഇന്ത്യയിൽ പിടിക്കാത്ത? ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ ആഞ്ഞു ശ്രമിക്കാഞ്ഞിട്ടാണോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബുദ്ധിജീവികളും പത്രപ്രവർത്തകരും മാധ്യമങ്ങളും വിദേശ ഏജൻസികളും ചാരന്മാരും എല്ലാവരും ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ അട്ടിമറിക്കാൻ. എന്താ മറിക്കാത്തത്? ഒറ്റ കാരണമാണ്, ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷമാണ്. ഇന്ത്യയിലെ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം, ഇന്ത്യൻ പട്ടാളത്തിൽ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരിൽ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം ഒരു അട്ടിമറിയും ഇന്ത്യയുടെ രാജ്യത്ത് നടക്കുകയില്ല. അത് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ കരുത്താണ്. അതിവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ആരാണെങ്കിലും. അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യയെ അട്ടിമറിക്കാൻ ഈ പറഞ്ഞ ഒരു തീവ്രവാദ ശക്തികൾക്കും സാധ്യമല്ല. കാരണം ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷമാണ്. എന്നാൽ ഇന്ത്യയുടെ ഹിന്ദു ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, ആ നിമിഷം ഇവിടെ ജനാധിപത്യം നഷ്ടപ്പെടും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബംഗ്ലാദേശ്, പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാൻ. അവിടെയൊക്കെ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ ഹിന്ദു ഭൂരിപക്ഷം എപ്പോഴാണോ നഷ്ടപ്പെട്ടത്, ആ നിമിഷം അവിടെ ജനാധിപത്യം അപ്രത്യക്ഷമായി, അവിടെ വർഗീയ സംഘർഷങ്ങളായി, കൊലപാതകങ്ങളായി, അശാന്തിയായി. പക്ഷെ ഭാരതത്തില് അത് സംഭവിക്കാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ആ മോഹം നടക്കാൻ പോകുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ കൊല ചെയ്തിട്ട്, ഇവിടുത്തെ ക്ഷേത്രങ്ങളെ മുഴുവൻ തകർത്തിട്ട്, ഇവിടുത്തെ സനാതന ധർമ്മത്തെ ഇല്ലായ്മ ചെയ്തിട്ട്, ഇവിടെ പല കഷണങ്ങളായി ഭാരതത്തെ മുറിച്ചിട്ട് 16 രാജ്യങ്ങൾ ഉണ്ടാക്കി കളയണം എന്നാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രത്യയശാസ്ത്രം പറയുന്നതെങ്കിൽ, അതേ പ്രത്യയശാസ്ത്രം അതിനു മുമ്പ് നടപ്പാക്കി പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടാക്കി കൊടുത്തവരാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ ഇന്ത്യയെ വെട്ടിമുറിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടാക്കി കൊടുത്ത അതേ കോൺഗ്രസ്സുകാരന്, അവരുടെ പിന്മുറക്കാരനായ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയെ ഇനിയും വെട്ടിമുറിക്കണം, ഇന്ത്യയെ എത്ര തുണ്ട് തുണ്ട് ഭൂമികളായി വെട്ടിമുറിക്കണം എന്നുള്ള ലക്ഷ്യമുള്ളയാളാണ് മനസ്സിൽ. അതുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത്, ഹിന്ദു കൊല ചെയ്യപ്പെടുമ്പോൾ അതിൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത്.